വാർത്തകൾ വിശദമായി. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയും നിർമ്മിത ബുദ്ധിയും നമ്മെ പരസ്പരം അടുപ്പിക്കുന്നുണ്ടെങ്കിലും അപകടകരമായ രീതിയിൽ അവ നമ്മെ ഒറ്റപ്പെടലിലേക്ക് നയിക്കരുതെന്ന് ഓർമ്മിപ്പിച്ച ഫ്രാൻസിസ് പാപ്പ 45ാം അപ്പസ്തോലിക പര്യടനത്തിന്റെ ഭാഗമായുള്ള സിംഗപ്പൂർ സന്ദർശന വേളയിലാണ് പാപ്പ ഇക്കാര്യം പറഞ്ഞത്. കിഴക്കൻ ടിമോറിൽ നിന്ന് ചാർട്ടേഡ് വിമാനത്തിൽ സിംഗപ്പൂരിലെ ചാങ്കി വിമാനത്താവളത്തിൽ ഇന്നലെ ഉച്ചയ്ക്ക് 2:50 മാർപ്പാപ്പയെ കുട്ടികളും സിംഗപ്പൂർ സാംസ്കാരിക വകുപ്പ് മന്ത്രിയും വത്തിക്കാനിലെ സിംഗപ്പൂരിന്റെ നോൺ റെസിഡൻഷ്യൽ അംബാസഡറും ചേർന്ന് സ്വീകരിച്ചു. അപ്പസ്തോലിക സന്ദർശനത്തിന്റെ ഭാഗമായി 1000-ഓളം കത്തോലിക്ക വിശ്വാസികളാണ് പാപ്പയെ വരവേൽക്കാൻ വിമാനത്താവള പരിസരത്ത് എത്തിച്ചേർന്നിരുന്നത്. പ്രാദേശിക സമയം രാവിലെ 9:06 സിംഗപ്പൂർ പാർലമെന്റിലെത്തിയ ഫ്രാൻസിസ് പാപ്പയെ രാജ്യത്തിന്റെ പ്രസിഡന്റ് ധർമ്മൻ ഷൺമുഖരത്നം സ്വീകരിച്ചു. വിവിധ അധികാരികളെ അഭിവാദ്യം ചെയ്ത ശേഷം പരിശുദ്ധ പിതാവ് ബഹുമാന പുസ്തകത്തിൽ ഒപ്പുവെച്ചു. പുസ്തകത്തിൽ പാപ്പ നൽകിയ സന്ദേശം ഇപ്രകാരമായിരുന്നു: 3 ജ്ഞാനികളെ നയിച്ച നക്ഷത്രം പോലെ പ്രത്യാശ പകരാൻ കഴിവുള്ള ഒരു ഐക്യ സമൂഹം കെട്ടിപ്പടുക്കുന്നതിന് ജ്ഞാനത്തിന്റെ വെളിച്ചം എപ്പോഴും സിംഗപ്പൂരിനെ നയിക്കട്ടെ. സ്വാഗത ചടങ്ങിന് ശേഷം അദ്ദേഹം സിംഗപ്പൂർ പ്രസിഡന്റുമായും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ലോറൻസ് വോങ് ഷാൻസായുമായും കൂടിക്കാഴ്ച നടത്തി. തുടർന്ന് സിംഗപ്പൂർ നാഷണൽ യൂണിവേഴ്സിറ്റിയിലെ യൂണിവേഴ്സിറ്റി കൾച്ചറൽ സെന്റർ തിയേറ്ററിലേക്ക് പോയ പരിശുദ്ധ പിതാവ് അവിടെ രാവിലെ 10:30 എത്തിച്ചേരുകയും രാജ്യത്തെ അധികാരികൾ, സിവിൽ സൊസൈറ്റി, നയതന്ത്ര സേന എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. വളർച്ചയുടെയും പ്രതിരോധത്തിന്റെയും അനുഭവങ്ങളാണ് സിംഗപ്പൂർ പങ്കുവയ്ക്കുന്നത്. എളിയ ഉത്ഭവത്തിൽ നിന്ന് ഈ രാഷ്ട്രം ഉയർന്ന തലത്തിലുള്ള വികസനം കൈവരിച്ചു. ഇത് യുക്തിസഹമായ തീരുമാനങ്ങളുടെ ഫലമാണെന്നും യാദൃശ്ചികമല്ലെന്നും പാപ്പ പറഞ്ഞു. പൊതുപാർപ്പിട നയങ്ങളിലൂടെ പൗരന്മാരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള സമർപ്പണത്തെയും ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസവും കാര്യക്ഷമമായ ആരോഗ്യ സംവിധാനവും പാപ്പ എടുത്തു പറഞ്ഞു.